ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ കാലഘട്ടം വളരെ മോശമാണ്. വളരെ പരിതാപകരമാണ് റബ്ബേ. വളരെ ദാരുണമായ അവസ്ഥയാണ് ഞങ്ങളെ നീ കാക്കണേ ഞങ്ങളെ നീ കാക്കണേ ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണേ ഞങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് നീ നൽകണേ ഞങ്ങൾക്ക് നീ നൽകണേ പ്രിയമുള്ളവരെ, അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നു. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞതെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ വകദാ റബ്ബുക, നിങ്ങളുടെ റബ്ബ് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅബുദൂ, നിങ്ങൾ ആരാധിക്കരുത്, ഇല്ലാ ഈ ലോകത്തെ പടച്ച പ്രപഞ്ച പരിപാലകനായ അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ മറ്റൊരാളെയും ആരാധിക്കരുത്. കേട്ടോ, തീർന്നില്ല. വീണ്ടും അല്ലാഹു പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാനാ, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ മനുഷ്യ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. അത് പ്രിയമുള്ളവരെ, വാർദ്ധക്യം പിടിപെടുമ്പോൾ നിങ്ങൾ മാതാപിതാക്കളെ കൈവിടല്ലേ. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നിങ്ങൾ അവരോട് സംസാരിക്കരുത്. ഫലാ തഖുൽ ലഹുമാ, നിങ്ങൾ അവരോട് പറയരുത്. നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ പറയരുത്. ഉഫ്ഫിൻ, ഛേ എന്ന് പറയുന്ന വാക്ക് പോലും പറയരുത്. വലാ തൻഹറുഹുമാ, വലാ തൻഹറുഹുമാ, അവരുടെ വാക്കുകൾ നിങ്ങൾ നിരോധിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, അവരോട് നിങ്ങൾ മയമായിട്ട് നല്ല മാന്യതയോട് കൂടിയിട്ട് സംസാരിക്കണേ. വഖ്ഫിദ് ലഹുമാ ജനാഹദ് ദുല്ലി മിനർ റഹ്മാ വഖുർ റബ്ബി റഹ്ംഹുമാ കമാ റബ്ബയാനി സഗീറാ. പ്രിയമുള്ള മുസ്ലിമേ, ഇതല്ല ഖുർആനിലൂടെ പറഞ്ഞതാണ്, ഞാൻ നിങ്ങളോട് പറയുന്നതല്ല. എൻ്റെ പ്രിയമുള്ളവരെ, തഴവാ ഉസ്താദ് പാടിയത് എന്തെന്നറിയുമോ? അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ തഴവാ ഉസ്താദിന്റെ ബൈത്ത് നമ്മൾക്ക് നോക്കിയാൽ കാണാം. ഒരു ചീത്ത വാക്കവരെ പറഞ്ഞാൽ പിന്നെ അല്ലാഹു അവനെ ശപിച്ചിടുന്നതു തന്നെ എന്നുള്ളതും നബി ത്വാഹ തന്നെ പറഞ്ഞതാ. അതിബ്നു ഹിബ്ബാൻ തൻ സ്വഹീഹിൽ വന്നതാ. വെറുപ്പിച്ച ശിക്ഷയും തൽക്ഷണം കൊടുക്കുന്നതാ. മൗത്തിന്റെ മുമ്പ് അവൻ അനുഭവിച്ചറിയുന്നതാ. വെറുപ്പിച്ച ശിക്ഷയും തൽക്ഷണം കൊടുക്കുന്നതാ. മൗത്തിന്റെ മുമ്പ് അവൻ അനുഭവിച്ചറിയുന്നതാ. എന്റെ പ്രിയമുള്ളവരെ, ഞാനൊരു ചരിത്രം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇമാം അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. വകാന ജുറൈജു റജുലൻ അബിദാ. ഒരിക്കൽ
അടുത്തൊരു പുരുഷനുണ്ടായിരുന്നു, സഹാബി ഉണ്ടായിരുന്നു. ജുറൈജ് എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. റജുലൻ ആബിദാ, ആലിമല്ല ആബിദാണ്. നിരന്തരമായിട്ട് അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നു. അദ്ദേഹം അതാ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. فقالت يا جوريج. അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ മാതാവ് വിളിക്കുന്നു, യാ ജൂറൈജ്, അല്ലയോ ജൂറൈജേ. അപ്പോൾ അദ്ദേഹം നമസ്കാരത്തിലാണ്. അദ്ദേഹം ചിന്തിക്കുന്നു, ഞാൻ ഉമ്മയെ നോക്കണോ അത് ഞാൻ എന്റെ നമസ്കാരത്തെ നോക്കണോ? അങ്ങനെ അദ്ദേഹത്തിന്റെ നമസ്കാരം പൂർത്തീകരിച്ചു. അങ്ങനെ 2-3 തവണ വീണ്ടും അദ്ദേഹത്തിന്റെ മാതാവ് രണ്ടാമത്തെ പ്രാവശ്യവും 3-ാമത്തെ പ്രാവശ്യവും എന്നിട്ട് ചോദിക്കുന്നു, വിളിക്കുന്നു, യാ ജൂറൈ, അല്ലയോ ജൂറൈജേ. അപ്പോൾ അദ്ദേഹം നമസ്കാരത്തിലാണ്. അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അദ്ദേഹം ചിന്തിക്കുന്നു, ഞാൻ മാതാവിനെ നോക്കണോ, മാതാവിന്റെ വിളി കേൾക്കണോ, അത് ഞാൻ നമസ്കാരം പൂർത്തീകരിക്കണോ? അദ്ദേഹം നമസ്കാരം പൂർത്തീകരിക്കുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ 3 തവണ ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മാതാവ് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈ ഉയർത്തുന്നു. അല്ലാഹുവിന്റെ അടുക്കലേക്ക് തന്നെ കൈകൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് പറയുന്നു, ഫഖാലത് അല്ലാഹുമ്മ ലാ തുമിതുഹു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുമിസാത്. അല്ലാഹുവേ, എന്റെ മകനെ ഞാൻ വിളിച്ചിട്ടും വിളി കേട്ടില്ല അല്ലാ. എന്റെ മകനെ ഞാൻ വിളിച്ചിട്ട് വിളി കേട്ടില്ല അല്ലാ. അല്ലാഹുവേ, അവനെ നീ മരിപ്പിക്കരുതേ അല്ലാ. ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുമിസാത്. വിചാരിയായ ഒരു സ്ത്രീയെ കാണുന്നത് വരെ അവനെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ആ പ്രദേശത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു, വ്യഭിചാരിയായ സ്ത്രീ ഉണ്ടായിരുന്നു. ആരെ കണ്ടാലും വ്യഭിചാരത്തിലേക്ക് മടങ്ങുന്ന ഒരു സ്ത്രീയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവിടെ ഒരു ആട്ടിടയനും ഉണ്ടായിരുന്നു. അങ്ങനെ ആ സ്ത്രീ അതുവഴി നടന്നു പോകുമ്പോൾ അടുക്കലുള്ള എല്ലാവരും പറയുന്നു, ഇവിടെ ജൂറൈജ് എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്, അദ്ദേഹത്തെ നിനക്കൊരിക്കലും നിന്നിലേക്ക് അടുപ്പിക്കാൻ കഴിയില്ല. അദ്ദേഹം റജുലൻ ആബിദൻ, ആബിദായ മനുഷ്യനാണ്. അല്ലാഹുവിന് വേണ്ടി നിരന്തരം ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനാണ്. അല്ലാഹുവിന് വേണ്ടി നിരന്തരം നമസ്കരിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ സ്ത്രീക്ക് വാശിയായപ്പോൾ ഈ സ്ത്രീ അദ്ദേഹത്തിന് അടുക്കൽ ചെന്നു. ജൂറൈജ് എന്ന് പറയുന്ന സ്വഹാബിയുടെ അടുക്കൽ ചെന്നു. അദ്ദേഹം വഴങ്ങിയില്ല. കുറെ നേരം സംസാരിച്ചു, കുറെ നേരം പറഞ്ഞിട്ടും വഴങ്ങിയില്ല. അവസാനം ആ സ്ത്രീ ഒരു ആട്ടിടയനെ കാണുന്നു. ആട്ടിടയനുമായിട്ട് സംയോഗത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഗർഭിണിയായിട്ട് ആ ജൂറൈജ് എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ, അദ്ദേഹത്തെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെ മുന്നിൽ ചെന്നിട്ട് പറയുന്നു, നാട്ടുകാരെ, ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആ ജൂറൈജ് എന്ന് പറയുന്ന സ്വഹാബിയുടെ മകനാണ്, സ്വഹാബിയുടെ കുഞ്ഞാണ്. ആളുകൾക്ക് വിശ്വാസമായില്ല. ആളുകളെല്ലാവരും അത്ഭുതപ്പെട്ടു. ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു. എന്റെ ജൂറൈജ് എന്ന് പറയുന്ന സ്വഹാബി അത്രക്കാരനല്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഈ ചരിത്രത്തിലൂടെ മനസ്സിലാകുന്നത് എന്തെന്നറിയുമോ? ഇപ്പോൾ ഞാൻ നമസ്കരിച്ചു കൊണ്ടിരിക്കും. എൻ്റെ ഉമ്മ വന്നിട്ട് വിളിക്കുന്നു, ത്വൽഹ. അപ്പോൾ ഞാൻ കെട്ടയിച്ചിട്ട് മറുപടി കൊടുക്കണമെന്നാണ്. ഫർദ് നമസ്കാരമാണെങ്കിൽ അങ്ങനെ പറ്റൂല. സുന്നത്ത് നമസ്കാരത്തിൽ മാതാവ് വന്ന് വിളിക്കുമ്പോൾ കൈയഴിച്ചിട്ട് ഉത്തരം നൽകണം. പ്രിയമുള്ളവരെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ.